അടുത്ത കാലത്തായി മലയാളത്തിൽ മികച്ച ഏതാനും ചിത്രങ്ങളാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറുകളുടെയും പുതിയ താരങ്ങളുടെയും ഒക്കെ മനോഹരങ്ങളായ സിനിമകൾ. അങ്ങനെ കൂടുതൽ ആളുകൾ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി നിർമ്മാതാക്കളുമായുള്ള തിയേറ്റർ ഉടമകളുടെ തർക്കത്തെ തുടർന്ന് മലയാള സിനിമയിൽ പുതിയ ഒരു പ്രതിസന്ധി രൂപം കൊള്ളുകയാണ്. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിനുള്ളിൽ എതിർപ്പ് ശക്തമായതോടെ സംഘടന പിളർത്താനും നീക്കം നടക്കുന്നു. അപ്പോൾ കലാപക്കൊടി ഉയർത്തുന്നതിനൊപ്പം തന്നെ ഒരു വിഭാഗം പുതിയ കൂട്ടായ്മയ്ക്കുള്ള ആലോചനയിലുമാണ്. നിർമ്മാതാക്കൾ കൂടിയായ ചലച്ചിത്ര നടൻ ദിലീപ്, അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ, ഇവരാണ് യഥാക്രമം ഫിയോക്കിൻ്റെ ചെയർമാനും വൈസ് ചെയർമാനും. അപ്പോൾ ഫിയോക്കിൻ്റെ ആരോപണങ്ങൾ ഫലത്തിൽ ഇവരെയും ബാധിക്കുന്ന അവസ്ഥയിലാണ്. നിർമ്മാതാക്കളുമായുള്ള തർക്കത്തെ തുടർന്ന് പുതിയ മലയാളത്തിലെ സിനിമകൾ റിലീസ് ചെയ്യേണ്ട എന്ന തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. അതായത് ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്ന ദിലീപ് നായകനായി എത്തുന്ന തങ്കമണി എന്ന് പറയുന്ന ചിത്രം ഈ മാർച്ച് മാസം 7-ന് റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. 1980-കളുടെ മധ്യത്തിൽ കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് ഈ തങ്കമണി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ആസ്പദമാക്കി ദിലീപിനെ നായകനാക്കി മാറ്റി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഈ തങ്കമണി. ദിലീപിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഈ ചിത്രമാണ്. കാരണം മലയാള സിനിമയിൽ തൻ്റെ നഷ്ടമായ ഒരു സ്ഥാനമുണ്ട്, അത് തിരിച്ചു പിടിക്കാൻ ഈ ചിത്രത്തിലൂടെ ആകുമെന്ന് ദിലീപ് ഏറെ പ്രതീക്ഷിക്കുന്നു. നാദിർ ഷാ സംവിധാനം ചെയ്ത വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ഈ 23-ന് റിലീസ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ സമരത്തെ തുടർന്ന് അത് മാർച്ച് 1-ലേക്ക് റിലീസ് മാറ്റി. ഈ സാഹചര്യത്തിലാണ് സിനിമാ സംഘടനയിലെ പുതിയ പിളർപ്പിന് വഴിയൊരുങ്ങുന്ന ഒരു സാഹചര്യം സംജാതമായത്. ഇഷ്ടമുള്ള പ്രൊജക്ഷൻ സംവിധാനം ഏർപ്പെടുത്താൻ അനുവദിക്കണം, അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമുകൾക്ക് 42 ദിവസത്തിന് ശേഷം മാത്രം സിനിമ നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ നിർമ്മാതാക്കൾക്ക് മുമ്പാകെ ഈ പറയുന്ന സിനിമാ തിയേറ്റർ ഉടമകൾ ഉയർത്തിയിരുന്നു. അതായത് ഫിയോക്ക് ഈ ആവശ്യം ഉന്നയിച്ചു. അതുകൊണ്ടാണ് 23-ാം തീയതി മുതൽ മലയാള സിനിമകളുടെ റിലീസിംഗ് നിർത്തിയത്. എന്നാൽ ഇത് പ്രസിഡന്റായ K വിജയകുമാറിൻ്റെ ഏകപക്ഷീയമായ തീരുമാനം എന്നാരോപിച്ച് ഒരു വിഭാഗം രംഗത്ത് വന്നു. എന്തുകൊണ്ടെന്നാൽ ദിലീപ് നായകനായ തങ്കമണിയെ തടയുകയാണ് ഈ തിയേറ്റർ സമരത്തിൻ്റെ ലക്ഷ്യമെന്ന വിലയിരുത്തലാണ് അവരെത്തിയത്. അപ്പോൾ ചർച്ച നടത്തുന്നതിന് പകരം വളരെ പെട്ടെന്ന് ഒരു സമരം പ്രഖ്യാപിക്കുക, ഇത് ശരിക്കും പറഞ്ഞാൽ ദിലീപിനെതിരെ ആണെങ്കിലും സിനിമയെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാം, കാലങ്ങൾക്ക് മുമ്പ് ലിബർട്ടി ബഷീർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉടമയുടെ നേതൃത്വത്തിലുള്ള കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ആയിരുന്നു ഒരു പ്രബലമായ സംഘടന. എന്നാൽ ബഷീറിനോടുള്ള എതിർപ്പിൽ ഒരു വിഭാഗം അവിടുന്ന് പിളർന്നു മാറി. അങ്ങനെയാണ് ഫിയോക്ക് എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊണ്ടത്. ഇതിന് നേതൃത്വം നൽകിയത് നടൻ കൂടിയായ ദിലീപായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. അപ്പോൾ യഥാക്രമം ഫിയോക്കിൻ്റെ ചെയർമാനും വൈസ് ചെയർമാനുമായി ഇവർ നിയമിക്കപ്പെടുന്നു. പിന്നീട് ഇവർ നേതൃത്വവുമായി നിസ്സഹരണത്തിലായി. പക്ഷേ എങ്കിലും സാങ്കേതികമായി പറഞ്ഞാൽ ചെയർമാനും വൈസ് ചെയർമാനും ഇവർ തന്നെ. എങ്കിലും നിലവിൽ അഞ്ചൽ വിജയകുമാർ എന്ന് പറയുന്ന ആളാണ് ഈ സംഘടന ഇപ്പോൾ നയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റിനോട് എതിർപ്പുള്ളവർ ദിലീപിനൊപ്പം ചേർന്ന് പുതിയ സംഘടന രൂപീകരിച്ചാലോ എന്നുള്ള ആലോചന തുടങ്ങിയത്. ദിലീപ് ചിത്രമായ തങ്കമണിയെ ബാധിക്കാനാണ് ഫിയോക്കിൻ്റെ സമരപ്രഖ്യാപനമെന്ന് ഒരു വിലയിരുത്തലുണ്ടായി. അതുകൊണ്ട് തന്നെ ദിലീപും ആന്റണി പെരുമ്പാവൂരും ഒക്കെ ഇതിനോട് യോജിച്ചുകൂടാ എന്നില്ല. എന്തായാലും ഫിയോക്ക് സംഘടനയിൽ നിന്ന് ദിലീപും ആന്റണി പെരുമ്പാവൂരും പിന്മാറിയതിന് തിരിച്ചടി നൽകാനാണ് ഈ പറയുന്ന പുതിയ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ ഈ രണ്ടുപേർക്കും തിയേറ്ററുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഫിയോക്കിൻ്റെ സമര പ്രഖ്യാപനത്തെ ദിലീപും ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂരും ചേർന്ന് അട്ടിമറിക്കുമെന്നും എല്ലാവരും നോക്കുന്നുണ്ട്. കാരണം അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫെഫ്കയും ഒരുപക്ഷെ ഈ നീക്കത്തിൽ സഹകരിക്കും. മാത്രമല്ല, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊപ്പമാണ് സിനിമയ്ക്കുള്ളിലെ സംഘടനകൾ എപ്പോഴും നിലകൊള്ളുക. താരസംഘടനയായ അമ്മയും ഫിയോക്കിന് എതിരാണ്. അങ്ങനെ വന്നാൽ ഫെഫ്കയിലെയും അമ്മയിലെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെയും നിരവധി പേർക്ക് തിയേറ്ററുകളുള്ള സാഹചര്യമുണ്ട്. ഇതും മൾട്ടിപ്ലക്സുകളുടെ പിന്തുണയും കൂടെ ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമകൾ റിലീസ് ചെയ്യാം. അടുത്ത ആഴ്ച തന്നെ പുതിയ ചിത്രങ്ങൾ ഇറക്കാം. അതിനെ ഇവരെല്ലാം സ്വാഗതം ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അത് സിനിമാ സംഘടനയുടെ, അതായത് പുതിയൊരു സംഘടനയുടെ ഉദയത്തിന് വഴിവെക്കും. അപ്പോൾ ലിബർട്ടി ബഷീറിൻ്റെ നേതൃത്വത്തിലുണ്ടായ തിയേറ്റർ ഉടമകളുടെ ഫെഡറേഷൻ്റെ നിരന്തര സമര പ്രഖ്യാപനത്തെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ പറയുന്ന ഫിയോക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ദിലീപാണ് ഇതിന് മുൻകൈയെടുത്തത്. പിന്നീട് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികൾ ദിലീപിന് മുന്നിലേക്ക് വന്നു. അങ്ങനെ പതിയെ അദ്ദേഹം പിന്നോട്ട് മാറി. അങ്ങനെ അഞ്ചൽ വിജയകുമാറിൻ്റെ കയ്യിലായി സംഘടന.
അപ്പോൾ പുതിയ സംഘടനയിലൂടെ വീണ്ടും തിയേറ്ററുകളിൽ പിടിമുറക്കാനുള്ള ശ്രമങ്ങളാണ് നടന്മാരും സാങ്കേതിക വിദഗ്ധരും നിർമ്മാതാക്കളും ചേർന്ന് നടത്തുന്നതെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ദിലീപും ആന്റണി പെരുമ്പാവൂരും നടത്തുന്ന നിർണായകമായ ചില നീക്കങ്ങളുണ്ട്. ഇത് സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് സാഹചര്യമൊരുക്കും. 1986 ഒക്ടോബർ 21 ഇടുക്കിയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ തങ്കമണി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ട ഒരു വലിയ തർക്കമുണ്ടായി. തുടർന്ന് അവിടെ പോലീസ് ലാത്തിച്ചാർജ് നടക്കുന്നു, വെടിവയ്പ് ഉണ്ടാകുന്നു. ഇതേ തുടർന്നുള്ള സംഭവങ്ങളാണ് ഈ പറയുന്ന തങ്കമണിയുടെ പശ്ചാത്തലം. പോലീസ് വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. ഇത് പിന്നീട് തങ്കമണി കൊലക്കേസെന്നും അറിയപ്പെട്ടു. അപ്പോൾ സ്വകാര്യ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ അടിപിടിയാണ് പോലീസ് വെടിവയ്പിൽ കലാശിച്ചത്. കെ കരുണാകരൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന ഈ കേസാണിത്. അപ്പോൾ അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾ വെടിവയ്പ്പിനെ ചൊല്ലി നടക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ഈ ദിലീപ് നായകനായി എത്തുന്ന ചിത്രത്തിൻ്റെ റിലീസിംഗ് തീയതി, മറ്റൊരുക്കങ്ങൾ ഇതെല്ലാം തന്നെ നേരത്തെ പൂർത്തിയാക്കിയതാണ്. അപ്പോൾ ഈ ചിത്രത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുക എന്നുള്ളത് തടയാൻ ചില തിയേറ്റർ ഉടമകൾ ലക്ഷ്യം വെക്കുന്നു. ഒരുപക്ഷെ വിജയകുമാർ ആയിരിക്കാം ഇതിന് പിന്നിൽ. എന്തായാലും സംഘടനയെ നയിക്കുന്ന അഞ്ചൽ വിജയകുമാറാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്ന് പറഞ്ഞ് ഈ പറയുന്ന സംഘടനയിൽ നിന്ന് തന്നെ കുറച്ച് പേർ രംഗത്ത് വരുന്നുണ്ട്. മാത്രമല്ല ഈ പ്രസിഡന്റിൻ്റെ ഏകാധിപത്യത്തിനെതിരെ എതിർപ്പുണ്ടെന്നും മുതിർന്ന ഭാരവാഹികൾ തന്നെ വെളിപ്പെടുത്തുന്നു. എന്തായാലും തർക്കങ്ങളെല്ലാം ഈ ആഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്നും പിളർപ്പിന് സാധ്യതയില്ലെന്നുമാണ് സംഘടനയിലെ അംഗങ്ങളുടെ വിലയിരുത്തൽ. അപ്പോഴും അതിവേഗം ഈ സമരം തീർന്നില്ലെങ്കിൽ പിളർപ്പ് അനിവാര്യമാകുമെന്ന് മാത്രമല്ല സിനിമാ മേഖലയിൽ അത് മറ്റ് ചില പ്രതിസന്ധികളും സൃഷ്ടിച്ചേക്കാം.